കർണാടകയിലെ നേഴ്സിംഗ് പഠനം എനിക്ക് ഈ അവസ്ഥയാണെങ്കിൽ മലയാളി വിദ്യാർത്ഥികൾ വിവിധ ക്യാമ്പസുകളിൽ സുരക്ഷിതരല്ല. നമസ്കാരം, ഞാൻ എം കെ തോമസ്. എനിക്ക് ഇന്ന് ഈ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞ എന്താണ്? എനിക്ക് ഈ അവസ്ഥയെപ്പറ്റി ഞാൻ പറയാം. എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം പറയാം. കർണാടകയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. തുടർച്ചയായിട്ട് വിവിധ നേഴ്സിംഗ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, തട്ടിക്കൂട്ട് നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ, ബാംഗ്ലൂരിൽ പഠിച്ചിട്ട് വിദൂര സ്ഥലങ്ങളിൽ 600-700 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പരീക്ഷയ്ക്ക് കൊണ്ടുപോകുന്നു. പെൺകുട്ടികളെ മാനത്തിനു പോലും വില പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യുന്ന ഏജന്റുമാരും മാനേജ്മെൻറ്റുകളും പ്രത്യേകം ഓർക്കുക. അധ്യാപകരുടെ ആവശ്യമുള്ള അധ്യാപകരില്ലാത്ത വിവിധ ക്യാമ്പസുകൾ. കർണാടകയിൽ ആശുപത്രികൾക്ക് ക്ഷാമം. ഈ 600-ൽ പരം നേഴ്സിംഗ് കോളേജിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ആശുപത്രികളില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കണ്ടെത്തിയിരുന്നു. നിങ്ങൾക്കറിയാമോ? വ്യാജ നേഴ്സിംഗ് പഠനം. കർണാടക സർക്കാരിൻ്റെ കണക്കിൽ തന്നെ 350ഓളം വ്യാജ നേഴ്സിംഗ് പഠന സ്ഥാപനങ്ങളുണ്ടെന്ന് കഴിഞ്ഞ കൊല്ലം പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനെതിരെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വിവരങ്ങൾ തരുന്നതിനാവശ്യമായ 100 വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ യൂണിവേഴ്സിറ്റി ഞാൻ കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അവസ്ഥ എന്താണെന്ന്? പറഞ്ഞു തരാം. എന്നെ നിശബ്ദനാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അധികൃതരും മുമ്പിലോട്ട് രംഗത്ത് വന്നിരിക്കുന്നു. തെളിവുകൾ ഞാൻ തരാം. തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം വിശ്വസിച്ചാൽ മതി. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ എന്നെ നിശബ്ദനാക്കാൻ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല അധികൃതർ ഗൂഢാലോചന നടത്തുമ്പോൾ ഒന്നാലോചിക്കണം. രക്ഷിതാക്കളെ, കർണാടക നേഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവൻ അവിടെ സുരക്ഷിതമാണോ അല്ലയോ എന്ന് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിവ് സഹിതം വെളിപ്പെടുത്തുന്നു. ഞാൻ ലൈവിൽ വരുന്നത് അടുത്ത ചൊവ്വാഴ്ച 2025 ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച 2 മണി മുതൽ വിവിധ കോളേജുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ദിവസം ലൈവിൽ 5 മുതൽ 10 എപ്പിസോഡ് വരെ കാണും. അത് എൻ്റെ സമയം കൂടെ നോക്കി കറക്റ്റ് ഓരോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഞാൻ പറയാം അന്നത്തെ ദിവസം ഏതെല്ലാം കോളേജുകളെ പറ്റി ഞാൻ പറയുന്നുണ്ടെന്ന്. ശ്രദ്ധിക്കുക. നിലവിൽ പഠനം തുടരുന്നവരും വരും കാലങ്ങളിൽ പഠനം ആഗ്രഹിക്കുന്നവരും സൂക്ഷിക്കുക, എന്നെ ശ്രവിക്കുക. നിങ്ങളും കൂടെ സഹകരിച്ചാൽ നമ്മൾക്ക് യോഗ്യരായ നേഴ്സുമാരെ കിട്ടും. അയോഗ്യരായിട്ട് പുറത്തു വന്ന് വെളിയിൽ വന്ന് നാട്ടുകാരെ കുത്തിക്കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് നാടിൻ്റെ നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക്. അതുകൊണ്ട് എൻ്റെ ഒപ്പം ചേരുക, പങ്കെടുക്കുക, തുടർച്ചയായിട്ട് എല്ലാ എപ്പിസോഡുകളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനും കൂടെ ഉത്തരം തരാൻ ഞാൻ ശ്രമിക്കാം. പുതിയ വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.